ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു റമദാൻ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ ലൈലത്തുൽ ഖദറൊക്കെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണല്ലോ അപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഞാനിതാ നമ്മുടെ കസ്റ്റാർഡ് ഡ്രിങ്കാണ് ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ അതൊന്ന് ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്താ പറയുക, സ്നാക്കായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ചെറിയൊരു മിനി പിസ്സയാണ്, ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പിസ്സയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഒരു ഇത്തിരി ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പിന്നെ അതിലേക്ക് ക്യാപ്സിക്കം വേണം, അതുപോലെ കുറച്ച് തക്കാളി വേണം. ഒരു തക്കാളിൻ്റെ ഒരു കാൽഭാഗം ഒക്കെ മതിയാവും. അതുപോലെ തന്നെ ഉള്ളിയും വേണം. അതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട്. ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ ഹസ്ബൻഡാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിക്കനൊക്കെ അവിടെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം വലിയ പീസായിട്ട് അവിടെ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജ്യൂസ് ഞാനിനി ഇതിലേക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. കട്ടി നമ്മളൊരു ഇതിനനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് നല്ലോണം കട്ടി വേണമെങ്കിൽ അങ്ങനെ ആക്കുക. അതല്ല കുറച്ച് ലൂസായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കട്ടെ. ഇതിലിപ്പോൾ ഫ്രൂട്ട്സായിട്ട് ഞാൻ പൊമഗ്രാനറ്റും ആപ്പിളും പിന്നെ ബദാമും കാഷ്യൂസും ഒക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചിയാ സീഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിയാ സീഡല്ല, കസ്കസ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ ലൂസ് കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി പാല് ചേർക്കാം, അതല്ലെങ്കിൽ തണുത്ത വെള്ളം കൂടെ ചേർത്തെങ്കിൽ നമ്മൾ ഈ ഒരു കിടിലൻ ഡ്രിങ്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ചോറിനുള്ള അരി അവിടെ ഹസ്ബൻഡ് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കുന്നുണ്ട്. വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നുണ്ട്, ഉള്ളി കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഹസ്ബൻഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ഭയങ്കര സന്തോഷം. ജസ്റ്റ് കിച്ചണിലൊക്കെ വന്നിരുന്നാൽ തന്നെ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ മാക്സിമം എൻ്റെ ഈ വീഡിയോ കാണുന്നവരൊക്കെ എന്താ പറയുക, ഹസ്ബൻഡൊക്കെ അങ്ങനെ കിച്ചണിലൊക്കെ കയറുന്നവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. കിച്ചണിൽ കയറി കുക്ക് ചെയ്യുക അങ്ങനെയല്ല എങ്കിലും ജസ്റ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്കൊരിതൊരു നമുക്കതൊരു ഫൈൻ, അത്രേ ഉള്ളൂ, നമുക്കൊരു സന്തോഷം. ബിരിയാണിയുടെ മസാലയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ട് ഞാൻ സൈഡിൽ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് ബ്രെഡ് വെച്ചുള്ള പീസ് ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു 5-6 ബ്രെഡ് നമ്മൾ എടുക്കുന്ന പാനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക. ഒരു മുട്ട, കുറച്ച് റവയും പാലും ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം വെക്കാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുത്ത ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയതാണ്. സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് കാര്യങ്ങളും ചിക്കനും ചേർത്ത് കൊടുക്കുക. അതുപോലെ മൊസറല്ല ചീസും ചേർത്തെടുത്ത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി പീസി ചിക്കൻ ബ്രെഡ് പിസ്സ റെഡി ആട്ടോ. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ മിസ്സായിപ്പോയി. അങ്ങനെ പിന്നെ നമ്മളിതാ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാട്ടോ. ബിരിയാണിയൊക്കെ ദമ്മൊക്കെ പൊട്ടിച്ചു. നല്ല അടിപൊളി ബിരിയാണി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡ് ഉണ്ടാക്കിയോണ്ട് പറയല്ല, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു. ഇത് നെക്സ്റ്റ് ഡേ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് നമുക്കൊരു നോമ്പുത്തോറ ഉണ്ട്, ഹസ്ബൻഡിൻ്റെ എളിയമ്മയുടെ മോൻ്റെ വീട്ടിലൊരു ചെറിയൊരു നോമ്പുത്തോറ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഫാമിലീസും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഇത് ഗ്യാദർ ചെയ്തിട്ടുള്ളൊരു നോമ്പുത്തോറ കേട്ടോ. അപ്പോൾ അവരവിടെ ഒരു പാർക്കിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ പാർക്കിൽ വന്ന് കുറച്ച് അധികം മലയാളീസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നോമ്പ് തുറക്കാനും. അങ്ങനെ ഗെറ്റ് ടുഗദറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം സെറ്റ് ചെയ്തു, ബാങ്ക് വിളിച്ചു, നമ്മളിതാ നോമ്പ് തുറക്കട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബുമാണ്, ഒരു പ്രത്യേക ഒരു രസമാണല്ലേ എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഉണ്ട്. ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരി നേരം എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
അപ്പോൾ അത് ഫ്രൂട്ട്സും പൊരിച്ച കടിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി. അങ്ങനെ പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാനും. ബിരിയാണി ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായി, നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അതുപോലെ ചിക്കൻ ഫ്രൈയും അടിപൊളിയായിരുന്നു. പിന്നെ എന്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര്, ഞങ്ങളൊരു 3 പേരുണ്ട് കേട്ടോ. ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മരുമകളും ഹസ്ബൻഡിൻ്റെ ഈ എളിമാൻ്റെ മരുമകളും. അങ്ങനെ ഞങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് നേരം പാർക്കിലൊക്കെ ഒന്ന് നടന്നു. പിന്നെ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടെ ഇതുപോലൊക്കെ ഇരുന്ന് പഞ്ഞിമുട്ടായി വാങ്ങിച്ചു. അതൊക്കെ പറയുമ്പോൾ ശരിക്കും എനിക്ക് ചിരിയ വരുന്നത്, എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബാണ്. പിന്നെ നമ്മൾ പെട്ടെന്നൊരു പ്ലാനിങ് ഇട്ട് ഡ്രസ്സ് എടുക്കാൻ പോവാന്ന്. അങ്ങനെ പിന്നെ R&Bയിൽ വന്നാണ്. അപ്പോൾ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബാഗായാലും ഫുഡ് വെയേഴ്സ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെരുപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അത് അവൾ ഇട്ടിട്ട് അവളെ കാലിന് പ്രത്യേക ഒരു ഭംഗിയുണ്ട് ആ ഒരു ചെരുപ്പ്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഓർണമെൻറ്റ്സ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയെന്നുള്ളൂ. നല്ല ഭംഗിയുള്ള ഇയറിങ്സും സ്കാർഫും കാര്യങ്ങളും ഷോളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നൊന്ന് ഫിറ്റിങ് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ കയറാൻ നമുക്കിവിടെ ഭയങ്കര തിരക്കായിരുന്നു. എല്ലാവരും 2-3 ഡ്രസ്സൊക്കെ ആയിട്ടാണ് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഒത്തിരി എന്താ പറയുക ടൈം എടുത്തു. ഫിറ്റിംഗ് ആണോ എന്ന് നോക്കാൻ പോലും കുറച്ച് ടൈം എടുത്തു കേട്ടോ. കുട്ടികളുടെ കളക്ഷൻസൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട്. നമ്മൾ ഇത് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പ്ലാൻ ഇട്ടപ്പോൾ അങ്ങനെ പോയി നോക്കി. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളും കുറച്ച് കുട്ടികൾക്കുള്ള ഷൂവും കാര്യങ്ങളും ചെരുപ്പ് അതൊക്കെ എടുത്ത് ഒരു ടോപ്പ് എടുത്ത് അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഇത് ഷോപ്പിംഗ് വെച്ചിട്ട് ഇറങ്ങിയതല്ല നമ്മൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മലയാളീസിൻ്റെ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഇവർ ഓർഡർ ചെയ്തത് നോർമൽ സാദാ ചോറാണ് കേട്ടോ. അവർ ചപ്പാത്തി, പൊറോട്ട, ഫിഷ് പൊള്ളിച്ചത് അങ്ങനെയൊക്കെ. അപ്പോൾ നല്ല ചോറും പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. പുതിയൊരു വീഡിയോ